നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. ഹായ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ കോതമംഗലത്താണുള്ളത്. കോതമംഗലത്ത് ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലം. ഇഞ്ചത്തൊട്ടിയിലെ വളരെ പ്രസിദ്ധമായ തൂക്കുപാലത്തിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് അയലത്തെ അടുക്കളയുമായി ഞങ്ങൾ കോതമംഗലത്തേക്കാണ് പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം കേട്ടോ. ഇവിടെ ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ബോട്ട് യാത്ര നമുക്കിവിടെ നടത്താം. ഈ ബോട്ട് യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം പറയേണ്ടതായിട്ടുണ്ട്. കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം, തട്ടേക്കാട് ബോട്ട് ദുരന്തം. ഒരുപാട് കുരുന്നുകളുടെ ജീവൻ നഷ്ടമായ ഒരു സ്ഥലമാണിത്. സെൻറ്ററിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ നല്ല ആട്ടമാണ്, നല്ല കുറച്ചൊരു പേടിയൊക്കെ തോന്നും. പിന്നെ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് ഫ്ലഡ് വന്ന സമയത്തൊക്കെ ഈ വെള്ളം ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ അത്രയും അത് ഓവർഫ്ലോ ഒക്കെ ആയിട്ട് വെള്ളം പോയി, അത്രയും വെള്ളമൊക്കെ കയറി പോകുന്നു എന്നൊക്കെയാണ്. കോതമംഗലത്ത് നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഇപ്പുറത്തേക്കാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇന്ന് നമുക്ക് കോതമംഗലത്താണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. കോതമംഗലത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കോതമംഗലത്തേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ കോതമംഗലത്ത് എത്തിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നത് നമ്മുടെ കോതമംഗലം മൂന്നാർ റൂട്ടാണ്. അങ്ങനെ കോതമംഗലത്തുള്ള നിസ് ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ അയലത്തെ അടുക്കളയുമായി എത്തിയിട്ടുള്ളത്. നിസ് ചേച്ചി ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആ ഡിഷെന്നും അല്ലെങ്കിൽ നിസ് ചേച്ചിയുടെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ചിക്കൻ കുമ്പിളെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഈ ചിക്കൻ കുമ്പിൾ എന്നുള്ളത് നമുക്ക് നിസ് ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് അറിയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി നിസ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം. ഹലോ ചേട്ടാ, ഇതല്ലേ ബേക്കാർട്ട്? നമ്മുടെ നിസ് ചേച്ചിയുടെ ഒക്കെ ബേക്കറി എവിടെയാണ് നിസ് ചേച്ചിയുടെ വീട്? ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. നിസ് ചേച്ചി അല്ലേ? അതെ. ഓക്കെ, ഹായ്. ഞങ്ങൾ അയലത്തെ അടുക്കളയിൽ നിന്ന്. ഞങ്ങൾ അവിടെ ബേക്കറി ചോദിച്ചായിരുന്നു. ഞങ്ങളുടെ ബേക്കറിയാണ്. അപ്പൊ പറഞ്ഞു ഇതിന്റെ തൊട്ട് ബാക്കിലാ വീട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ എല്ലാരെയും വിളിക്കാം. വിളിക്ക് എല്ലാരും വിളിക്ക്. സല്ലേ അത്തോ? ഹായ് സർ. ഹായ്. പേര്. ഓക്കെ, ഹായ്. ഹായ്. അപ്പൊ ഇതാണ് ഫാമിലി. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പൊ അങ്കിൾ എന്ത് ചെയ്യുന്നത്? ഡോക്ടറാണ്. ഏതിലാ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? ഓക്കെ, ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത്? സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ എങ്ങനെ വർക്കിംഗ് അവേഴ്സ്? നോർമലി മൺഡേ ടു സാറ്റർഡേ 9 to 1, 3:30 to 4. ഓക്കെ, അപ്പൊ ലഞ്ചിന് ആന്റിയുടെ അടുത്തേക്ക് വരും അല്ലേ? ഓക്കെ, ആന്റി എങ്ങനെ? അപ്പൊ മക്കള് അല്ലേ? മൂത്താള്? ഇത് മൂത്തയാള്. എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇവിടെയാണോ ചെയ്യുന്നത്? ഓ ശരി. എവിടെയാ? ഓസ്ട്രേലിയ. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ടൈം ആണോ? എത്ര ദിവസം വെക്കേഷൻ ഉണ്ട്? ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ദിവസം മമ്മിയുടെ കൂടെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ആള്? ഓക്കെ, പേരെന്താ മോന്റെ? ആദർശ്. പഠിക്കുകയാണോ? +2. ഇവിടെ തന്നെ അല്ലേ? ഓക്കെ, ഏത് ഗ്രൂപ്പ് എടുത്തേക്കുന്നത്? ഓക്കെ, മോള്?
ആദ്യ അതെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ വന്നപ്പോളെ. ഓക്കെ, മോള് പഠിക്കുകയാണോ? +1 അല്ലേ? ഓക്കെ, +1 മോന്റെ കൂടെ തന്നെയാണോ അതോ വേറെ സ്കൂളിലാണ്? ഓക്കെ, എന്തായാലും മോൾ ഏത് ഗ്രൂപ്പാ അപ്പം സെലക്ട്? ഓ, എല്ലാവരും ആ ഒരു ഇത് തന്നെയാണോ? മോനും അത് തന്നെയായിരുന്നു. ഓ, അത് ശരി. ഓക്കെ, പിന്നെ വന്നപ്പോ എങ്ങനെ ഇവിടെ കുറച്ച് ഫിഷ്, അതുപോലെ പ്രാവുകള്, പിന്നെ പൂച്ച, പട്ടി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ആന്റി? അത് മോന്റെയാണ്. ഓ, അത് ശരി. മോന്റെ പാഷനാണ് ഇവിടെ ബേർഡ്സും ആനിമൽസും എല്ലാം നോക്കുന്നത്. എങ്ങനെയാണ് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? എങ്ങനെയാണ് മക്കള് പോയി കഴിഞ്ഞാൽ? രാവിലെ 9 o'clock ആകുമ്പോഴത്തേനും എല്ലാരും പോയിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ എന്റെ ലോകത്താണ്, എന്റെ ബേക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ബേക്കറിയിലേക്കുള്ളതെല്ലാം ഇവിടെ തന്നെയാണോ? എല്ലാം പ്രൊഡക്ഷൻ ഇവിടെ തന്നെ. ഓ, അത് ശരി. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കേറിയിട്ട് വന്നു. അപ്പം ഇങ്ങനെ പാഷൻ ഫുഡിന്റെ കേക്ക് ഒക്കെ കണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നത്. വെറൈറ്റി ആയിട്ടൊരു അല്ലേ? എല്ലാം തന്നെ ഒരു ഫ്രഞ്ച് ഷോപ്പാണത്. അതെ അതെ, കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാത്തിനും അതിന്റേതായ ഒരു ചേച്ചിയുടേതായ ഒരു എന്താ പറയാ വ്യക്തിമുദ്ര. ഇപ്പൊ അത് തുടങ്ങി കഴിഞ്ഞപ്പോ ഞാനും എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്കിളിനോട് ചോദിക്കാനുള്ള എന്ത് ഡിഷ് ആന്റി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള? മെയിൻലി ബേക്കിംഗ് ബേസ് ചെയ്തിട്ടാണ് മെയിൻ ഡിഷസ്. അങ്ങനെയില്ല, അതാണ് ഒരു പാഷൻ. അല്ലെങ്കിൽ റൂട്ടീനുള്ള ഫുഡ്, അതിനകത്ത് വേറെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ചൈനീസ് എല്ലാം ചെയ്യും. ഇപ്പൊ പിന്നെ മെയിൻലി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ വർഷത്തെ ന്യൂ വെഞ്ചർ ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മെയിൻലി ഫ്രഞ്ച് പാറ്റിസറി ഷോപ്പ്. അതുകൊണ്ട് അതിലേക്കാണ് മെയിൻ. ഇപ്പൊ ഒരു കേക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ ഇപ്പൊ എന്താഘോഷത്തിന് നമ്മൾ കേക്കാണ് ഇപ്പം അല്ലെ? അപ്പൊ ഇപ്പൊ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് അതൊക്കെ? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ എന്ത് അവരുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എന്ത് തീമും ചെയ്തു കൊടുക്കും. അതാണ് അവരുടെ കൺസെപ്റ്റ്. അതാണ്. പിന്നെ മെയിൻലി ഒരു കേക്ക് സ്റ്റുഡിയോ പോലെ അതിന്റെ കൂടെ മുകളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ വരുന്നുണ്ട്. സ്റ്റുഡൻസ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഇഷ്ടമുള്ളവർ പഠിക്കാൻ. അത് നേരത്തെ ഉണ്ടായിരുന്നു. ഈ ബിൽഡിംഗിന്റെ നേരത്തെ മുകളിൽ പുള്ളിക്കാരത്തി ചെയ്യുന്നുണ്ടായിരുന്നു. 10 years ആയിട്ട് ഒരു കറി ക്ലാസ് ഉണ്ട്. അതിന്റെ എക്സ്പാൻഷൻ ആണ്. ഇപ്പൊ ഒരു പാർട്ണറെ കൂടെ കിട്ടി. ഒരു ജോയിന്റ് വെഞ്ചർ ഫ്രഞ്ച് പാറ്റിസറി ഷോപ്പ് എന്നാണ് എല്ലാവരും. ഒരു ബേക്കറി ആയിട്ട് കാണുന്നില്ല, സ്റ്റുഡിയോ, കേക്ക് സ്റ്റുഡിയോ ആയിട്ട്. കേക്ക് സ്റ്റുഡിയോ എന്ന് തന്നെ പറയാനാണ് എനിക്കും താല്പര്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റി നമുക്ക് ചിക്കൻ കുമ്പിൾ ഉണ്ടാക്കി തരണം. അപ്പൊ ആന്റിയോട് നമുക്ക് ചോദിക്കാം, എന്താ ഈ ചിക്കൻ കുമ്പിൾ? ചിക്കൻ കുമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പല സ്ഥലത്തും പലതാ പറയുന്നത്. ഇടനേലാന്നും വഴനേലാന്നും ഒക്കെ നമ്മൾ പറയുന്ന. അത് മോൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. കൊണ്ട് ഇതേപോലെ അതുപോലെ തന്നെ അതുണ്ടാക്കി നമ്മൾ ഇടനേല അല്ലെങ്കിൽ വഴനേല പല സ്ഥലങ്ങളിലും പല പേരിലും അതറിയുന്നത്. അപ്പൊ ആ ഇലയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കുമ്പിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് പോയേക്കാം. ശരി. അപ്പൊ നമ്മുടെ ചിക്കൻ കുമ്പിൾ അല്ലേ? ചിക്കൻ കുമ്പിൾ. അപ്പൊ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്തായാലും ചിക്കൻ തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അരിപ്പൊടി കൊണ്ട് ഒരു മാവ് ഉണ്ടാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ചേച്ചി ഇതിപ്പോ എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയും ഉപ്പും പിന്നെ നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കണം. അപ്പൊ അതെല്ലാം കൂടി മിക്സ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. ഇതിപ്പോ നമ്മള് എന്താ പറയാ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കാന് കോഴിക്കട്ടൊക്കെ അതിനൊക്കെ കുഴക്കുന്ന പോലെ ഇപ്പൊ ആ സെയിം അരിപ്പൊടി തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്തത്? അപ്പത്തിന്റെ പൊടി നല്ല നൈസ് ആയിട്ടുള്ള പൊടി എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുഴച്ചു വെച്ചു. ഇനി ഇതിന്റെ ഒന്ന് ചൂടാറിക്കോട്ടെ, ചെറുതായിട്ടൊന്ന് ആറിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ഓയിൽ ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് നമ്മള്? ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇടാം. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും. അതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ സവോള അരിഞ്ഞതിടും. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഇതേപോലുള്ള ഡിഷ് നമുക്ക് ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ സവോള സോട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മുളകും കൂടെ ചേർത്ത് വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് ചെയ്തിരിക്കും. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കും. ഓക്കെ. പിന്നെ അതിലേക്ക് പെപ്പർ പൊടിയും ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കുറച്ച് ചേർക്കുക. മല്ലിയില ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക.
പിന്നെ അപ്പൊ ചേച്ചി എങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ പറ, എങ്ങനെയാണ് ഈ കേക്ക് ബേക്കിങ്ങിലേക്ക് വന്നതും അതുപോലെയുള്ള കേക്ക് ബേക്കിങ്ങിൽ വന്ന് എനിക്ക് ചെറുപ്പത്തിൽ മുതലേ എനിക്ക് കുക്കിംഗ് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് പതിയെ പതിയെ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ചെറുതായിട്ട് വെയിങ് ബാലൻസോ അങ്ങനെയൊന്നുമില്ല, റെസിപ്പി ഒന്നും ഇല്ലാത്ത കാലത്ത് ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടാലോ നമ്മളപ്പ തന്നെ അത് ചെയ്തു നോക്കുമായിരുന്നു. എന്റെ വീട് കോട്ടയം അടുത്ത കുറവലങ്ങാട് എന്ന് പറയും. വീട്ടില് പപ്പ, അമ്മ, പിന്നെ 2 ബ്രദേഴ്സ് ഉണ്ട് എനിക്ക്. കുക്കിംഗ് താല്പര്യമാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് കുക്കിംഗ് ആദ്യമായിട്ട്? ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോൺ വെജ് ആണോ കൂടുതൽ അതോ വെജ് ആണോ? ഞങ്ങള് കുറച്ച് വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സാധാരണ വെജ് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ചും കൂടി ടഫ് ആണെന്ന് പറയില്ലേ? അതെ, വെജിറ്റേറിയൻ ഫുഡാണ് ഉണ്ടാക്കാൻ കുറച്ച് നോൺ വെജ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിയും. ഓക്കെ, എങ്ങനെ ഇതിലേക്ക് മീൻസ് ആദ്യമൊക്കെ എന്തൊക്കെ ഫുഡാ ഉണ്ടാക്കി തുടങ്ങിയതൊക്കെ? അത് കുക്കിംഗ് എല്ലാ ഇതിലും ഒന്നും ഞാനൊന്ന് കൈവച്ച് നോക്കുമായിരുന്നു. എന്ത് ഏതെന്നൊന്നും പിന്നെ ഒരു കേക്കിനോട് താല്പര്യം തോന്നി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ബേക്കിംഗ് കൺഫെഷണറി കോഴ്സ് ഞാൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബേക്കിംഗ് ആയിട്ട് മെയിനായിട്ട് ബേക്കിംഗിലേക്ക് മാറി. ഈ ചൈനീസ് ഫുഡ്സ് ഒക്കെ ചൈനീസ് ഫുഡും ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മക്കൾക്കൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഫുഡാ? മക്കള് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ? ഇവിടെ പിള്ളേർക്ക് എന്നും വെറൈറ്റി പലതും ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് ഇന്നത് വേണമെന്ന് ഒരിക്കലും പറയല. എങ്ങനെയാ ഇത് ട്രൈ ചെയ്ത് നോക്കുക? ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് യൂട്യൂബ്സിൽ അതുപോലെ നെറ്റിലൊക്കെ തപ്പി കഴിഞ്ഞ് ഇഷ്ടം പോലെ നമുക്ക് വെറൈറ്റി ടൈപ്സ്. ഞാനിങ്ങനെ ഒത്തിരി യൂട്യൂബ് തപ്പുന്ന ആളല്ല. അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടേതായ ഒരു ഇതില് നോക്കി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതിപ്പം പക്ഷെ ഇത് ഇത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നില്ല. അതെ, നമുക്കൊരു ലേശം ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു പാകം നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ചിക്കന്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കന്റെ സ്റ്റോക്ക് ഇത്തിരി ഒഴിച്ചിട്ട് വേവിച്ച സമയത്ത് കിട്ടിയ സ്റ്റോക്കാണ്. അതാകുമ്പോഴത്തേക്കും അതിന്റെ എന്താ പറയാ നഷ്ടപ്പെടുകയില്ല, നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഫില്ലിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇപ്പൊ ഇനി ഇതിനകത്ത് ഇപ്പം കുരുമുളകിന്റെയും ആ ഒരു ചില്ലിയുടെയും എരിവ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ കുറച്ച് മസാല ഇട്ടാൽ മസാലപ്പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടി എല്ലാം ഇട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ മിക്സ് റെഡിയായി. ഇനിയിപ്പോ എന്താ ഇനി നമ്മൾ ഇതിന്റെ ഔട്ടർ നമ്മൾ ആദ്യം കുഴച്ച് വെച്ച ഒരു നമ്മുടെ അരിപ്പൊടിയുണ്ട്, അതൊന്ന് എടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പൊ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും അത് കരിഞ്ഞു പോവുക, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ പൊങ്ങാതെ വരിക, അതാണ് കേക്കിന്റെ മെയിൻ ആയിട്ട് പൊങ്ങിയിട്ട് താഴേക്ക് പോയി. ഇതാണ് എല്ലാരും പറയുന്ന ഒരു കംപ്ലൈന്റ്. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചേച്ചിക്ക് പറ്റാറുണ്ടോ? എനിക്ക് കേക്കിന്റെ കാര്യത്തിൽ ആദ്യം തുടക്കത്തിൽ അതെല്ലാം പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യകാലത്ത് നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കുക, ബേക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ ഐഡിയക്കാണ് ചെയ്യുന്നത്, ആരും നമുക്ക് പറഞ്ഞു തരാനില്ലല്ലോ. അപ്പൊ അന്ന് ചെയ്യുമ്പോൾ ചില ദിവസം ഉണ്ടാക്കിയാൽ നമ്മുടെ കേക്ക് പൊങ്ങി വരും. അത് കഴിഞ്ഞ് അതേപോലെ താന്നു പോകും. നമ്മൾ കട്ട് ചെയ്യാൻ ഹാർഡായി പോകും. പിന്നെ നമ്മളൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു കോഴ്സിന് ഞാൻ പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ എല്ലാം ഓക്കെയാണ്. പിന്നെ എന്തൊക്കെയാ ഈ കേക്ക് ഉണ്ടാക്കുമ്പോ എന്താ നമുക്കൊരു എന്തെങ്കിലും ഒരു ടിപ്പ് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രഷ് ആയിരിക്കണം. അപ്പൊ അത് നോട്ടീസ് ചെയ്ത് വെച്ചു. അപ്പൊ ഫ്രഷ് അല്ലെങ്കിൽ നമ്മളിപ്പോ മൈദ ഇച്ചിരി പഴകിയതാണെങ്കിൽ ബേക്കിംഗ് പൗഡർ, മുട്ട, എന്തായാലും അതാ നമുക്ക് ആ കേക്കിൽ അതേപോലെ നമുക്ക് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ മെഷർമെന്റ്സ് കറക്റ്റ് ആയിരിക്കണം. കാരണം ഇപ്പൊ നമുക്ക് എല്ലാം വെയിങ് സ്കെയില്, സ്പൂണ്, കപ്പ് എല്ലാ സാധനവും കിട്ടാനുണ്ട്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ഏതാന്ന് നമുക്കല്ല, നമ്മുടെ വീട്ടിലിരിക്കുന്ന കപ്പ് എടുത്തിട്ട് നമ്മൾ അളക്കും. അത് ശരിയാ. അങ്ങനെയൊക്കെയാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത്. ഇപ്പൊ എല്ലാത്തിനും നമുക്ക് ഷോപ്പിൽ ചെന്നാല് കറക്റ്റ് ആയിട്ടുള്ള മെഷർ സാധനങ്ങൾ കിട്ടും. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഇപ്പം മോള് പഠിക്കുന്ന സ്കൂളിൽ പോകുന്നുണ്ട് എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, മോൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ടോ? മോളെ ഹെൽപ്പ് ചെയ്യും തന്നെ. ഞാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ തീം കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. അതിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓടി വരും, അവള് നോക്കി പഠിക്കും. അപ്പൊ അതുപോലെ സ്കൂളിൽ ചെന്നാണെങ്കിലും മോക്കത് പറയാൻ ഇൻട്രസ്റ്റ്, ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് അറിയാമെന്ന് പറയാൻ താല്പര്യമാണല്ലോ നമുക്ക്. അതുപോലെ
ഹെൽപ്പ് ചെയ്യാറില്ല എന്നെ. പക്ഷെ എനിക്ക് വേണ്ട എന്ത് സാധനവും അപ്പം പോകുന്ന വഴിക്കാണേലും എന്തെങ്കിലും കണ്ടാ അതൊപ്പം എനിക്ക് അത് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ള ഭയങ്കര ഇതാണ്. എന്റെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ. അത് എബ്രോഡൊക്കെ ഒരു ടൂർ പോയാല് ആള് നോക്കുന്നത് എനിക്ക് എന്ത് വാങ്ങിക്കൊണ്ട് വരാമെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഫുഡ് ഉണ്ടാക്കി അത് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അത് ടേസ്റ്റാന്നല്ല പറയുന്നത്, എന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ല, അതിൽ നിന്നാണ് ശരിക്കും ആ ക്രിട്ടിസൈസ്. അപ്പൊ എന്നോട് പറയും കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞാല് നീ അടുത്ത പ്രാവശ്യം അതിലും നല്ലത് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് ക്രിട്ടിസൈസ് ചെയ്ത് തരും. എന്ത് കൂടുതലാണ്, അതല്ലെങ്കിൽ അത് കുറഞ്ഞു പോയി, ഇങ്ങനെ ചെയ്യാമായിരുന്നു. അതുപോലെ അവര് മൂത്ത മക്കളാണെങ്കിലും അവര് വളരെയധികം പിന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അവര് കേക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ നമുക്ക് ചൂട് മാറ്റണ്ട. ഇനി നമ്മളിത് കൈ കൊണ്ടാണ് ഒന്ന് കുഴച്ച് മയപ്പെടുത്തുന്നത്. ഈ സോഫ്റ്റ്നെസ് ആവാനായിട്ട്. ഇനി നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിരുന്ന ഇടനേലയിലാണ്, അല്ലെങ്കിൽ അതിന് വഴനേലെന്നും പറയുന്നത്. അപ്പം ആ ഇലയിലാണ് നമ്മളിത് പരത്താൻ പോകുന്നത്. അപ്പൊ നമ്മളിത് പിന്നെ സ്റ്റീം ആണ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ സ്റ്റീം ചെയ്യുമ്പോൾ ആ ഇലയിലെ സ്മെല്ല്, വരുന്നത്. അതെ, അപ്പൊ ആ സ്മെല്ല് നമ്മുടെ ഈ മാവിലേക്ക് പിടിക്കും. അപ്പൊ നമ്മൾ സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നിറച്ച് അതിന്റെ സ്മെല്ലായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടില്. കാരണം ഈ വഴനയില കൊണ്ട് ഇതുപോലെ സ്വീറ്റ് ആയിട്ടുള്ളത് മാത്രമല്ല, ഇതുപോലെ നമുക്ക് ചിക്കനിലും ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ആന്റിയുടെ ഒരു കണ്ടുപിടുത്തം. അപ്പോ അതവിടെ ഇരുന്ന് വേവട്ടെ, നമുക്ക് കുറച്ച് വിശേഷങ്ങളിലേക്ക് പറയാം. അപ്പൊ അത് ഞാൻ അതിന് മുമ്പൊന്ന് പറയട്ടെ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇടനേലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, പഴനേല. അപ്പൊ ആ ഇല ഇതിപ്പോ നമ്മൾ കുറച്ചേരം കഴിയുമ്പോഴത്തേനും ആ ഇലയുടെ സ്മെല്ല് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് ആ സ്മെല്ല് ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി വിശേഷം പറയാം. ഇവിടെ ഈ വീടിന്റെ ഉള്ളില് എന്താ പറയാ, നിറയെ കുഞ്ഞു കുഞ്ഞു ചെടികളും അങ്ങനെ നല്ല രസമുള്ള അല്ലേ, അതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? കാരണം വെച്ചാൽ അതിന് വെള്ളം ഒഴിക്കണം, പുറത്താണെങ്കിൽ ഇതേപോലെ കുറെ പ്രാവും കിളികളും അങ്ങനെയൊക്കെ. അപ്പൊ എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും മടുപ്പല്ല. അത് തന്നെ. അപ്പൊ അത് ഇഷ്ടമാണ്, എനിക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് മാറ്റി സ്ഥലമൊന്ന് മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് വീടിനകത്തുനിന്ന്. മറ്റേ നമ്മളെന്നും കണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഒരു സാധനം ഇരുന്ന് കഴിഞ്ഞാല് നമുക്കതൊരു മടുപ്പാ. ഇപ്പൊ രാവിലെ തന്നെ ഈ ഒരു പച്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വന്ന ദിവസം ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോ നമുക്ക് ഈ ചെടികളൊക്കെ കണ്ടു വർക്ക് ചെയ്യുക, അതാണ് അതിനകത്ത്. അതിനോട് എനിക്ക് താല്പര്യം ആയതുകൊണ്ട് എനിക്ക്. അതുപോലെ ഞാൻ വെള്ളം ഒഴിക്കാനൊന്നും ഞാൻ വേറെ ആരെയും അനുവദിക്കാറില്ല. ഞാൻ തന്നെ അളവുണ്ട്. വെള്ളമൊഴിച്ച പാകത്ത് ഇൻഡോർ ആകുമ്പോൾ നമുക്ക് സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെ അതുപോലെ പിന്നെ എല്ലാ ആഴ്ചയും ഞാനൊന്ന് മാറ്റി വെച്ച് അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് എന്നോട് വരുമ്പോൾ പറയുന്നത്, ഞാൻ വന്നു കഴിയുമ്പം വീട്ടിൽ ഒരു സാധനം ഇരുന്നിടത്തല്ല ഇരിക്കുന്നത് എന്ന് പറയാറുണ്ട്. പിന്നെ അപ്പൊ ഇതിന്റെ സ്മെല്ല് വന്നു തുടങ്ങി എനിക്ക് തോന്നുന്നു. അതെ, സ്മെല്ല് വന്നു. നല്ലൊരു എന്താ പറയാ, നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് സ്മെല്ല്. പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഈ കോതമംഗലം സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് എന്തൊക്കെയാണ് ഇവിടെ? കോതമംഗലത്ത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു കോട്ടയം സൈഡിൽ നിന്ന് വന്ന ഫുഡിന്റെ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഒരു കോഴിക്കോട് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരോട് വന്നൊരു പുതിയ സ്ഥലത്താണ് വന്ന് പെട്ടത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഒരു പിടിയാണ്. പിടിയും കോഴിയും അങ്ങനെയുള്ള സാധനം. അപ്പൊ ഇവിടെ വന്നിട്ട് ശേഷം അതിലേക്കായിരുന്നു ഞാൻ പരീക്ഷണങ്ങൾ കൂടുതൽ നടത്തിയത്. ഇപ്പൊ പിടി തന്നെ, പിടിയും കോഴിയും അതുപോലെ മധുരപ്പിടി, അത് തന്നെ ഇതുപോലെ ചേഞ്ച് ചെയ്ത് നമുക്ക് നമ്മളെങ്ങനെ എന്ത് ചെയ്യാൻ നോക്കുന്നോ അപ്പൊ എനിക്ക് വീണ്ടും എന്നെ വീട്ടിലേക്ക് ആകർഷിക്കുകയാണ്. കാരണം ആ വഴനലയുടെ സ്മെല്ല്, ചിക്കന്റെ സ്മെല്ല്, അതുപോലെ അരിപ്പൊടി വേവുന്നതിന്റെ എല്ലാ സ്മെല്ലും ഞാനതാണ് ആദ്യം പറഞ്ഞത്. കാരണം വർത്തമാനത്തിലേക്ക് വിട്ടുപോലും, കാരണം നമുക്ക് വരും സ്മെല്ല് വരും. അല്ല, അതുകൊണ്ട് ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഇത് ഇനി എത്ര സമയം വേണം ഇത് കുക്കായി വരാൻ? ഇതൊരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. കാരണം ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് മാവ് കുക്ക്ഡാണ്. പിന്നെ നമ്മള് എന്താ ചിക്കൻ ആണെങ്കിലും കുക്ക് ചെയ്തെടുത്താണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇപ്പൊ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ നോട്ടീസ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെന്ത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചാലും പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം ചൂടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇതായി ഒന്ന് ചൂടൊക്കെ ആറി വരുന്നവരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലെ? ആയിക്കോട്ടെ.
അങ്കിള് എന്ത് ടൈപ്പ് ഓഫ് ഡിഷ് ആണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഇപ്പൊ സ്വീറ്റ് ആണോ അല്ലെങ്കിൽ ഇതുപോലെ ഡെസേർട്ട് ആണ് ഏറ്റവും ഇഷ്ടം? അത് ശരി. അപ്പൊ ആന്റി ഇവിടെ എന്തൊക്കെ ടൈപ്പ് ഉണ്ടാക്കാണ്? ഞാൻ എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും പുഡിങ്സ്, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. എന്ത് ടൈപ്പ് പുഡിംഗ് ഉണ്ടാക്കാറ്? മീൻസ് വെറൈറ്റി നമ്മളിപ്പോ ഒന്നല്ല, എല്ലാം നമുക്കൊന്ന് ട്രയലാണ്. നമുക്ക് ട്രയൽ പരീക്ഷിക്കുന്നത് വീട്ടുകാരുടെ അടുത്തല്ലേ, പരീക്ഷണങ്ങളെല്ലാം വെറൈറ്റിയാണ്. ഓക്കെ. അപ്പൊ ഇതിപ്പം ബേക്കറിയിലുള്ള സാധനങ്ങളെല്ലാം ഇപ്പൊ കേക്ക് ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുള്ളതാണോ അവിടെ എടുത്തു വെക്കുന്നത്? അതോ അല്ലാതെ വന്ന് വാങ്ങാനുള്ള ഒരു ഔട്ട്ലെറ്റിലെ എല്ലാ സമയം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് ബേക്കറി എന്ന് പറയുന്നത് വളരെ സങ്കടമാണ്. കാരണം അതില് ഒരു ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് മാത്രമാണ്. ബേക്ക് ആർട്ട് എന്നാണ് അതിന്റെ പേര്. പിന്നെ അതില് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം നമ്മൾ വെക്കുന്നില്ല, എല്ലാം ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്. പിന്നെ നമ്മുടെ ഓൺ പ്രോഡക്ട്സ് മാത്രം, ഒന്നും വെക്കുന്നില്ല, ബിസ്ക്കറ്റോ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കുക്കികളുണ്ട്. അപ്പൊ എല്ലാത്തിനും എങ്ങനെ സമയം നമുക്ക് സമയമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു എന്താ പറയാ ഹോം മെയ്ഡ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഔട്ട്ലെറ്റിന്റെ കസ്റ്റമേഴ്സ് എല്ലാം എന്നോട് കുറച്ചുകൂടെ ചെയ്യണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണം എന്ന് പറഞ്ഞതിന്റെ പുറത്താണ് ഞാനൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് എന്താണെങ്കിലും ഭാഗ്യത്തിന് ആ സമയത്ത് തന്നെ എനിക്ക് നല്ലൊരു പാർട്ണറേയും കൂടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഷെഫ് തന്നെയാണ്. അപ്പം ഞാനൊരു പേസ്ട്രി ഷെഫാണ്, എന്റെ കൂടെയുള്ള ആളും ഷെഫാണ്, പേസ്ട്രി ഷെഫ് തന്നെയാണ്. അപ്പൊ ഞങ്ങളൊരു ജോയിൻ ഇതിലേക്ക് അപ്പൊ ഒരേപോലെ പോകുമ്പോൾ നമുക്കൊരു ഔട്ട്ലെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരാൾ തന്നെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് മാറാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, വിശ്വസിച്ച് ഏൽപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരേപോലെ ഒരേ ലൈനിൽ തിങ്ക് ചെയ്ത് ഒരേ വേവ് ലെങ്ത് ഉള്ളവരാ. ഇതിന്റെ സ്മെല്ല് എന്നെ വീണ്ടും, കാരണം ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആവട്ടെ. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ ആയാൽ മാത്രം പോരാ, അതിന്റെ ചൂടാറും കൂടി ചൂടാറണം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാൻ തോന്നുന്നല്ലേ? നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. രക്ഷപ്പെട്ടു. അത് തുറക്കുന്നതിന് മുന്നേ തന്നെ കൊതി പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ഇപ്പം ഈ ചക്കയുടെ ഒക്കെ സീസൺ ആയി തുടങ്ങുന്നേ ഉള്ളു അല്ലേ? ഇപ്പം ചക്ക ആയി തുടങ്ങുന്നു. അപ്പൊ ഈ ഇതിന്റെ സ്മെല്ല് ശരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചക്ക വെക്കുമ്പോൾ നമുക്ക് ഇത്ര ഈ ഇലയുടെ സ്മെല്ല് കിട്ടത്തില്ല. കാരണം അതിലും ചക്കയുടെ സ്മെല്ല് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും കിട്ടത്തില്ല. ഇതാകുമ്പോഴത്തേക്കും അരിപ്പൊടി ആയതുകൊണ്ടാണ് ഇത്. അത് മാത്രമല്ല, ഇതിന്റെ ഫ്ലേവർ ഈ അരിപ്പൊടിയിലോട്ട് പിടിക്കുകയും ചെയ്യും. നമുക്ക് ടേസ്റ്റ് നല്ലൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും ഇത്. ഒരിക്കലും ട്രൈ ചെയ്യാം. പക്ഷെ ക്ഷമ എന്നെ എന്താ പറയാ, ക്ഷമ പഠിപ്പിക്കും ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഞാൻ ഇതിന് വേറൊരു ഇതും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ചിക്കൻ ആണല്ലോ ഇതിനകത്ത് ഫില്ല് ചെയ്തത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മധുരവും വേണമെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നല്ലോ. അത് മാത്രല്ല, നമുക്കിപ്പോ ചക്കയുടെ ഒക്കെ സീസൺ ആകുമ്പം ചക്ക വരട്ടിയിട്ട് ഫില്ല് ചെയ്ത് വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോ എന്തായാലും ഇത് ചൂടാറട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, നമുക്ക് ഇതല്ലാതെ ഈ ചിക്കൻ കുമ്പിൾ അല്ലാതെ നമുക്ക് ചേച്ചി എന്തോ ഒരു സർപ്രൈസ് നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ എന്താണെന്നുള്ളത് ചേച്ചിയോടെ ചോദിക്കാം. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്, എന്തായാലും ചോദിച്ചു നോക്കാം. എന്താ ഇത്? എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാലമാണ്. സ്റ്റീംഡ് ഐറ്റംസിനോടാണ് എല്ലാവർക്കും ഒരു താല്പര്യം. അപ്പൊ അത് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിത് ഒരു വെറൈറ്റി ആയിട്ട് കപ്പ നമ്മളിങ്ങനെ സ്റ്റീം ചെയ്ത് പുട്ടുപോലെ എടുക്കാനുണ്ട്. അപ്പൊ അതിന് നമ്മള് കപ്പ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയുണ്ട്, അതുപോലെ ബീഫാണ്. നമ്മൾ സാധാരണ പുട്ടിന് ഫില്ലിങ് കൊടുക്കുന്നത് തേങ്ങയാണല്ലോ. അപ്പൊ ഞാൻ കപ്പയ്ക്ക് ഫില്ലിങ് ഇടയ്ക്ക് കൊടുക്കുന്നത് ബീഫാണ്. ഇത് ബീഫ് ഞാൻ കുറച്ച് കുരുമുളകും ഉപ്പും മസാലയും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കാം. പിന്നെ ബാക്കി നമ്മുടെ നോർമൽ തേങ്ങ അരച്ചിരിക്കുകയാണ്. അത് നമ്മൾ കപ്പയ്ക്ക് കൂടെ ഒന്ന് കപ്പയുടെ കൂടെ തേങ്ങയും ഇത്തിരി മുളകും മാത്രമേ ഉള്ളൂ, പച്ചമുളകും പിന്നെ മഞ്ഞപ്പൊടി കളർ കിട്ടാനായിട്ട്. പിന്നെ നമ്മുടെ നോർമൽ ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, സവാള. ഇത് വല്ല കപ്പ ഒന്ന് വേവിച്ചതേ ഉള്ളൂ, ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ ഇനിയാണ് ഇടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഈ ഒരു സ്പെഷ്യൽ സംഭവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ.
ഇപ്പൊ അതാ നമ്മുടെ ബീഫിന്റെ കൂട്ട് അല്ലെ, നമ്മൾ അതിന്റെ മിക്സും റെഡിയായി. ഇനിയിപ്പോ എന്താണ്? ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാക്കി നമ്മൾ സ്റ്റീമില് ചെയ്യാൻ പോവാ. അപ്പൊ അത് ഒന്നാക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങ് വെച്ചാൽ സ്റ്റീമിൽ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പൊ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുക്കറിൽ വെള്ളം ഒഴിച്ചു, അതവിടെ തിളക്കി. നമ്മൾ എന്താ പറയാ നോർമലി സാധാരണ പുട്ട് പുഴുകുന്ന പോലെ. നമ്മളെ കപ്പ മിക്സ് എടുത്തില്ല. അതെ അതെ, ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളിതിന് പേര് പറഞ്ഞത് തന്നെ കപ്പപ്പുട്ട്. അതെ, കപ്പപ്പുട്ട്. കപ്പപ്പുട്ട് ചിരട്ടപ്പുട്ട് അല്ലെ, ചിരട്ടപ്പുട്ട്. ഇതാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ്. അപ്പോ ഇത് നമ്മുടെ ചിരട്ടപ്പുട്ട് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇത് ഇനി എങ്ങനെയാണ്? അപ്പം ആദ്യം നമ്മൾ കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ പുട്ട് പുഴുകുന്ന പോലെ തന്നെ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ അത് വെച്ചു അല്ലെ. എനിക്ക് തോന്നുന്നു ഇത് കുക്ക്ഡ് ആവാനായിട്ട് അധികം സമയം വേണ്ട. സ്റ്റീമിലാണല്ലോ, ഒരു 2-3 മിനിറ്റ് അത്രയും മതി. കപ്പയും ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുപോലെ തന്നെ ബീഫും കുക്ക്ഡ് ആണ്. ഇനിയിപ്പോ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ റെഡിയാണ്. പക്ഷെ ഇതും നേരത്തെ പോലെ തന്നെ എനിക്ക് ചൂടാറണം കഴിക്കണം തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ പോലെ വീണ്ടും എന്നെ ആ സ്മെല്ല്, അതായത് ആ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നതിന്റെ ഒരു സ്മെല്ല് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്നിപ്പോ ചെറുതായിട്ട് സ്റ്റീം വന്നു തുടങ്ങി. അപ്പൊ എന്തായാലും എനിക്ക് ഒന്ന് ഒരു ഇച്ചിരി നേരം മതി, ഒരു 5 മിനിറ്റ്സും കൂടി മതി. അത് 5 മിനിറ്റ്സ് വേണ്ടി വരില്ല, അപ്പോഴത്തേക്ക് അത് ആവും. അപ്പൊ എന്തായാലും നമുക്ക് അതിന് വേണ്ടി ഒരു ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്ക് അപ്പൊ ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ എന്താ ബീഫ് ചിക്കൻ കുമ്പിള് റെഡി ആയിട്ടുണ്ട്. തണുത്തു, ഇനി ഒന്ന് കഴിച്ച്. താങ്ക് യു. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിന്നു. സൂപ്പർ ടേസ്റ്റ് ആണ്, അറിയാതിരിക്കാൻ വയ്യ. ഇനിയുണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മുടെ ചിക്കൻ കുമ്പിള അല്ലേ. ഇതിപ്പോ നന്നായി ചൂടാറി ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുമ്പിള് അല്ലെ. ഓക്കെ, എന്തായാലും ഇതും കൂടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതും അടിപൊളിയാണ് ശരിക്കും. അരിയുടെ ഒരു മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി ശരിക്കും. പിന്നെ അതുപോലെ ചിക്കന്റെ ഫ്ലേവർ അതിനകത്തേക്ക് ഇറങ്ങിയ ഒരു ജ്യൂസി ടൈപ്പ് അല്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഈ വഴനലയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. പറയാതിരിക്കാൻ നിർവാഹമില്ല, കാരണം ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള 2 സൂപ്പർ ഡിഷസ് ആണ് നമുക്ക് ചേച്ചി ഉണ്ടാക്കി തന്നത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. കാരണം എനിക്കിത് ഇവിടുന്ന് ഇനിയിപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്തു, കാരണം അപ്പോൾ എനിക്കിത് പറയാനേ പറ്റുള്ളൂ. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങൾ തന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടും. അപ്പോൾ വ്യത്യസ്തമാർന്ന രുചികൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അയലത്തെ അടുക്കളയുടെ ഒരു സൂപ്പർ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നത് വരേക്കും ബൈ.